നമസ്കാരം. ന്യൂസ് 7 TV വാർത്തയിലേക്ക് സ്വാഗതം. രാജീവ് യൂത്ത് ഫൗണ്ടേഷൻ പെരുമ്പാവൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 161ാമത് മഹാത്മാ അയ്യങ്കാളി ദിനം ആചരിച്ചു. നിയോജകമണ്ഡലം ചെയർമാൻ അഫ്സൽ EA അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ദേശീയ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് TG സുനിൽ ഉദ്ഘാടനം ചെയ്തു. രാജീവ് യൂത്ത് ഫൗണ്ടേഷൻ ജില്ലാ വൈസ് ചെയർമാൻ സഫീർ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. മുൻ നിയോജകമണ്ഡലം ചെയർമാൻ ജഫർ റോഡ്രിക്സ് മുഖ്യാതിഥിയായി. കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ജോൺസൺ തോപ്പിലാൻ, ദളിത് കോൺഗ്രസ് പെരുമ്പാവൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് വിമേഷ് വിജയൻ, കർഷക കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജോളി കെ ജോസ്, സേവാദൾ വെങ്ങോല മണ്ഡലം പ്രസിഡന്റ് ടിൻസൺ പാത്തിക്കൽ, ദളിത് കോൺഗ്രസ് പെരുമ്പാവൂർ മണ്ഡലം പ്രസിഡന്റ് ബിജു ഗോപാലൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് മഞ്ജു വിമേഷ്, വിഷ്ണുരാജ് PS, അരുൺ ചാക്കപ്പൻ, രാജൻ അശമന്നൂർ, ചന്ദ്രൻ, വേണു, ബിജു മുഴിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരളത്തിൻ്റെ നവോത്ഥാന നായകനായ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനം ഇന്ന് രാജീവ് യൂത്ത് ഫൗണ്ടേഷൻ വിപുലമായി ആചരിക്കുകയാണ്. കേരളത്തിൽ നവോത്ഥാനം നൽകിയ പിന്നോക്കക്കാരെ, പ്രത്യേകിച്ച് അടുക്കള വിഭാഗത്തെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ, അവർക്ക് വിദ്യാഭ്യാസം നൽകാൻ, അവർക്ക് സാമൂഹികമായ പരിഷ്കരണം നടത്താൻ, സംരക്ഷണം നൽകാൻ വേണ്ടി പോരാടിയ മുന്നണി നേതാവാണ് മഹാത്മാ അയ്യങ്കാളി. തീർച്ചയായും അയ്യങ്കാളിയെ പോലുള്ള നേതാക്കന്മാരുടെ ഓർമ്മകൾ ഇന്ന് നടക്കുന്ന ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടാൻ കൂടുതൽ ആവേശം നൽകുന്ന ഒരു ഓർമ്മയാണ്. ഏറ്റവും കാലിക പ്രസക്തിയുള്ള ഒരു പരിപാടിയാണ് ഇന്ന് രാജീവ് യൂത്ത് ഫൗണ്ടേഷൻ പെരുമ്പാവൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ സംഘടിപ്പിച്ചത്. സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾക്കെതിരെ എന്നും പോരാടിയ മഹത് വ്യക്തിത്വമാണ് ശ്രീ മഹാത്മാ അയ്യങ്കാളി. അയ്യങ്കാളിയുടെ പോരാട്ടങ്ങൾ എന്നെന്നും നമ്മുടെ മനസ്സുകളിൽ നിലനിൽക്കുന്ന പോരാട്ടങ്ങളാണ്. എങ്കിലും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ മഹാത്മാ അയ്യങ്കാളിയുടെ പോരാട്ടങ്ങളെക്കുറിച്ചുള്ള പഠന വിഷയങ്ങൾ വളരെ കുറവാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ രാജീവ് യൂത്ത് ഫൗണ്ടേഷൻ ജില്ലാ വൈസ് ചെയർമാൻ എന്ന നിലയിൽ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർക്ക് പാഠ്യവിഷയങ്ങളിൽ ശ്രീ മഹാത്മാ അയ്യങ്കാളിയുടെ പോരാട്ടങ്ങളെക്കുറിച്ച് കൂടുതൽ ഉൾപ്പെടുത്താനുള്ള നിവേദനം ഈ അയ്യങ്കാളി ജയന്തി ദിനാഘോഷത്തിൻ്റെ അന്ന് തന്നെ അദ്ദേഹത്തിന് അയക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചു. നീതി പെയിന്റ് ഷോപ്പ് ഇനി മുതൽ പെരുമ്പാവൂരിലും. നിങ്ങളുടെ ഭവനങ്ങൾക്ക് വർണ്ണശോഭയേകുവാൻ വിവിധ കമ്പനികളുടെ പെയിന്റുകളും അനുബന്ധ സാമഗ്രികളും പൊതുവിപണിയിൽ നിന്നും വൻ വിലക്കുറവിൽ ലഭ്യമാക്കിക്കൊണ്ട് പെരുമ്പാവൂർ ഗേൾസ് ഹൈസ്കൂൾ റോഡിൽ സർക്കാർ ജീവനക്കാരുടെ സഹകരണ സംഘം ഓഫീസ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. നീതി പെയിന്റ് ഷോപ്പ്. നിറമുള്ള സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാം നീതി പെയിന്റിംഗിന്റെ വർണ്ണക്കൂട്ടുകളാൽ.